ഹായ് ഫ്രണ്ട്സ്, ഞാൻ റൂബി ചേച്ചി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടായിരിക്കുമല്ലോ അല്ലേ? വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇടയ്ക്കൊക്കെ വീഡിയോയിൽ ഫുഡ് ബ്ലോഗൊക്കെ ഇടുമ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് എന്നോടൊന്ന് തിരിച്ച് അതിൻ്റെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഫീഡ്ബാക്ക് ചെയ്യുക. ഓക്കെ. ഇന്ന് ഫുഡ് വീഡിയോ ഒന്നുമല്ല. തൊണ്ടയൊക്കെ കറുകറുപ്പായിട്ടിരിക്കുകയാണ്. ഇന്ന് ഡ്യൂട്ടിയിലാണ്. റാക്കിയുടെ ഇവിടെ രക്ഷാബന്ധൻ്റെ PH ആണ്. ഇന്ന് പബ്ലിക് ഹോളിഡേ ആണ്, പക്ഷേ എനിക്ക് ഡ്യൂട്ടിയാണ്. ഹിന്ദു ഹോളിഡേയ്സിലൊക്കെ നമുക്ക് അതർ കാസ്റ്റുള്ളവർക്ക്, അതർ റിലീജിയനുള്ളവർ വന്ന് ഡ്യൂട്ടി ചെയ്തവർക്ക് നമ്മുടെ ഫെസ്റ്റിവൽ ആകുമ്പോൾ നമുക്ക് ചുറ്റി കിട്ടും, മറ്റു പിള്ളേർ ചെയ്യും. അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. പിന്നെ ഞങ്ങളുടെ എൻ്റെ ഈ CSE ആണ്. CSEയിൽ ഞങ്ങൾ 5-6 പിള്ളേരേ ഉള്ളൂ, 7 പിള്ളേരെ ആകെപ്പാടേ ഉള്ളൂ. മൊത്തം 10 ആണ് സ്റ്റാഫിൻ്റെ പോസ്റ്റിങ്. പക്ഷേ 7 ഉള്ളൂ സ്റ്റാഫ് ടോട്ടലായിട്ട്. ബാക്കിയുള്ളവർ അറ്റാച്ചും അങ്ങനെ വേറെ വേറെ പഠിക്കാനും അങ്ങനെയൊക്കെ പോയേക്കുവാണ്. ഇപ്പം ഞങ്ങൾ ഉള്ളതെന്ന് പറയാൻ ഞങ്ങൾ 7 പേരേ ഉള്ളൂ. അപ്പം ഞങ്ങൾ 2 പേര് നൈറ്റ്, 2 പേര് മോർണിംഗ്, 2 പേര് ഈവനിങ്, അങ്ങനെയൊക്കെ റെഗുലർ ഡേയിൽ പോകുന്നത്. ബിസി ആയിട്ടുള്ള ദിവസങ്ങളിൽ, നോർമലായിട്ടുള്ള ഡേയിൽ. ഇങ്ങനെ PH ഒക്കെ ഉള്ള ദിവസങ്ങളിൽ OPD കാണത്തില്ലല്ലോ. അപ്പോൾ OPD ഇല്ലാത്തതുകൊണ്ട് സിംഗിൾ ഡ്യൂട്ടിയിലാണ്. അതുകൊണ്ട് ഇന്നും എൻ്റെ സിംഗിൾ ഡ്യൂട്ടിയാണ്. അപ്പം സിംഗിൾ ഡ്യൂട്ടി ചെയ്തുകൊണ്ടാണ് ഇന്ന് ആരുമില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് വർത്തമാനം പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചത്. അപ്പം എങ്ങനെയുണ്ട് എൻ്റെ വീഡിയോസൊക്കെ? കൊള്ളാവോ? എന്തെങ്കിലും കമൻറ്റോ? എനിക്ക് അധികം ഒന്നും ഇങ്ങനെ എഡിറ്റ് ചെയ്യാനോ അങ്ങനെയൊന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇടുന്നതേ ഉള്ളൂ. പയ്യെ പഠിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഇടാൻ ശ്രമിക്കാം, ട്രൈ ചെയ്യാം കേട്ടോ. പിന്നെ ഇപ്പം നമ്മുടെ കൊൽക്കത്ത ന്യൂസൊക്കെ അറിയുന്നുണ്ടല്ലോ അല്ലേ? അതെന്തൊരു ആഗോള പ്രശ്നമായിട്ട് വന്നേക്കുക അല്ലേ? നാളെ അല്ല 21-ന് ഇനിയും ഭാരത് ബന്ദാണ് എല്ലായിടത്തും മൊത്തത്തിൽ. ഞങ്ങളിങ്ങനെ IMAയുടെയൊക്കെ ഞങ്ങളുടെ സ്ട്രൈക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും ഭാരത് ബന്ദിൻ്റെ എന്താണെന്നറിയില്ല. കഷ്ടമല്ലേ? ഓൺ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു ലേഡി ഡോക്ടറെയാണ് കൊന്നതെന്ന് ഓർക്കണം. അതും റേപ്പ്, അതും ഇത്ര നികൃഷ്ടമായിട്ട് റേപ്പ് ചെയ്ത്, അതുകൂടാതെ അതിനെ മർഡറും ചെയ്ത്, അവന് എന്തെങ്കിലും ഒരു പശ്ചാത്താപം ഉണ്ടോ അവൻ തന്നെയല്ല, അയാൾ തന്നെയല്ല, അതിൽ കൂടുതൽ ഒത്തിരി ആൾക്കാർ കാണും അല്ലേ? നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്തോ അവിടെ നടന്നതെന്ന്. ചിലർ ചോദിക്കുന്നു ആ മേഡം എങ്ങനെ സെമിനാർ ഹോളിലുണ്ടെന്ന് അറിയുന്നെന്ന് അല്ലേ? സെമിനാർ അത് ശരിയാ, അതൊരു ഇതാണ്. ചിലപ്പോൾ ഇനിയും അവർ നേഴ്സ് നല്ല ഡ്യൂട്ടിയിലുള്ള ഡോക്ടേഴ്സ് അവിടെ ആയിരിക്കും ഉറങ്ങുന്നതെന്ന് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? അപ്പോൾ അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കും അത് ചെയ്തിരിക്കുന്നതെന്ന്. നമ്മുടെ ഡ്യൂട്ടി സ്ഥലത്ത് പോലും അതിപ്പം ഡോക്ടറാണോ നേഴ്സാണോ അങ്ങനെയൊന്നുമില്ല. ഒരു ഈവൻ 4th ക്ലാസ്സസ് ആണെങ്കിലും അവർക്ക് അവരുടേതായ പ്രോബ്ലംസ് ഉണ്ട്. നഴ്സസിന് ഞങ്ങൾക്ക് പിന്നെ പ്രോബ്ലമേ ഉള്ളൂ, ഒന്നും പറയണ്ട. ഞങ്ങൾക്ക് അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും എല്ലാ പ്രോബ്ലംസേ ഉള്ളൂ. എന്താ ചെയ്യാനാ? ഏത് ഡ്യൂട്ടിയിലാണേലും, ആരുടെ ഡ്യൂട്ടി ആണെങ്കിലും ഇപ്പോൾ എവിടെ ചെന്നാലും ലേഡീസ് സെക്യൂർ അല്ല അല്ലേ? നമ്മൾക്ക് ഒരു സെക്യൂരിറ്റി ഇല്ല, നമ്മുടെ ലൈഫിനാണേലും ഇല്ല, നമുക്ക് എന്തോ ഒരു സെക്യൂരിറ്റികളൊന്നും ഇല്ല. ഇപ്പം സാലറിയും ഇല്ല. വെളിയിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ലൊരു സാലറി ഉണ്ട്, നമുക്ക് ജീവിക്കാൻ നല്ലൊരു ലിവിങ് സ്റ്റാൻഡേർഡ് അവർ ഒരുക്കി തരും, നല്ലൊരു ലൈഫ് സ്റ്റൈലായിട്ട് മുന്നോട്ട് പോകാം. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ ഒരു വാല്യൂ ഇല്ല, ഒന്നുമില്ല. നമ്മൾ കഷ്ടപ്പെട്ട് പണിതോ, അത് കഴിഞ്ഞ് ഇപ്പം കണ്ടില്ല ആ മേഡത്തിനെ 48 മണിക്കൂർ ജോലിയിൽ 32 മണിക്കൂർ ജോലി കഴിഞ്ഞിട്ട് ഉറക്കം വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ണടയ്ക്കാൻ വേണ്ടി പോയതാണ് അല്ലേ? ജസ്റ്റ് ഒന്ന് അത്രയും നേരം അതിൻ്റെ അവസാന നിമിഷങ്ങളിൽ പോലും അത് പേഷ്യൻറ്റിനെ നോക്കിക്കൊണ്ടിരുന്ന ഒരു പാവം ഡോക്ടർ, ഒരു പെൺകൊച്ച്. നമ്മുടെ വീട്ടിൽ നമുക്കെല്ലാം, ഞാനും എൻ്റെ മോളും ഉണ്ട്. എൻ്റെ മോള് നേഴ്സിംഗ് പഠിക്കുവാണ്. അവളും ഒത്തിരി പിള്ളേരുണ്ട് എൻ്റെ വീട്ടുകളിലൊക്കെ, ഇഷ്ടം പോലെ വെളിയിലുണ്ട് എൻ്റെ കൂട്ടുകാർ. ഞാൻ സ്വന്തമായിട്ട് പറഞ്ഞാൽ പോലും എന്തോ ഒരു സെക്യൂരിറ്റി ഉള്ള നമ്മുടെ ജീവനായിട്ട് ഒന്നുമില്ല അല്ലേ? അപ്പം നമ്മുടെ ഈ പബ്ലിക്കിന്, നമ്മുടെ സമൂഹത്തിന് നല്ലത് ചിന്തിക്കാനും നല്ല പ്രവർത്തിക്കാനും ഒരു ദൈവത്തിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, അവർക്ക് അതിനുള്ള ഒരു ഇതുണ്ടാകാൻ വേണ്ടി. ഇങ്ങനെ ആനിമൽസ് പോലും, ഇങ്ങനെ മൃഗങ്ങൾ പോലും ഇങ്ങനെ ഒന്നും ചിന്തിക്കുക പോലും ചെയ്യത്തില്ലായിരിക്കും അല്ലേ? അതിനെ ഇത്രയും നീചമായിട്ട്, ഇത്രയും കഷ്ടം, ഇത്രയും ക്രൂരമായിട്ട്, നീചമൊന്നുമല്ല പറയണ്ടേ, ക്രൂരമായിട്ട്
ഇത്രയും ടോർച്ചർ ചെയ്ത് അത് കൊച്ചിനെ കൊന്നെന്ന് പറയാനോ കാണ്ട് ഇമാജിൻ ഓൾസോ അല്ലേ. ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും വേണ്ടി, നമ്മുടെ ലൈഫിന് വേണ്ടി. വയനാട്ടിലൊക്കെ ഒത്തിരി പേരുണ്ട് അങ്ങനെ, അവർക്ക് വീടില്ലാത്തവരും എല്ലാവരും ഉണ്ട്, പാവങ്ങൾ. ഒരു ദിവസം കൊണ്ട് ഒരു നാട് മൊത്തം തൂത്തെടുത്തോണ്ട് പോയി. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും നമ്മുടെ കയ്യിലൊന്നും നമ്മുടെ സുരക്ഷിതമല്ല. നമ്മുടെ ലൈഫേ സുരക്ഷിതമില്ലാത്തപ്പോൾ പിന്നെ നമ്മൾ എന്തുവാ മറ്റുള്ളവരോട് പകയോ വിരോധമോ ഒക്കെ ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയം നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാം, മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നിസ്സാര കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം, അതാവും അല്ലേ. അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതം, നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകാം. നമുക്ക് രാവിലെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് എണീക്കാം, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. ഞങ്ങളൊക്കെ ആണേലും ഇവിടെ പേടിച്ചാൽ കിടക്കുന്നത്. ഇതൊക്കെ ഓൾറെഡി നക്സൽ ഏരിയയാണ്. നക്സൽ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ചെയ്യത്തൊന്നുമില്ല, എന്നാലും പേഷ്യൻസായിട്ട് വരുന്നവരും നക്സൽ പേഷ്യൻ്റൊക്കെ അത് കാണും അല്ലേ. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ആരാ നമ്മുടെ അടുത്ത് പേഷ്യൻ്റായിട്ട് വരുന്നത്. നമ്മളവരെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നു, നമ്മളവരെ വിടുന്നു. പിന്നെ അവർ നക്സലാണേലും പറഞ്ഞാലും അവർ ഇങ്ങനെ മെഡിക്കൽ പ്രൊഫഷനിലൊന്നും ചെയ്യത്തില്ല. അതുങ്ങളാണേലും പാവങ്ങളാണ് അങ്ങനെ നോക്കുവാണെങ്കിൽ. ഇതുപോലത്തെ ഇങ്ങനെ ക്രൂരന്മാരൊന്നും അല്ലായിരിക്കും. പിന്നെ എന്തുവാ ബാക്കി എല്ലാവർക്കും, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. മെഡിക്കൽ പ്രൊഫഷണലിലെ ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ ജീവനും ഞങ്ങളുടെ ലൈഫും ഒന്നും സുരക്ഷിതമല്ല. എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്തും എന്ത് സംഭവിക്കാം. കൊറോണ വന്നപ്പോഴും ഞങ്ങൾ മുമ്പിൽ നിന്നു, ഞങ്ങൾ അതിനോട് പോരടിച്ചു. നമ്മുടെ ജീവിതമെല്ലാം തിരിച്ചു കിട്ടി. ആ സമയത്ത് തന്നെ എത്ര പേര് ഡോക്ടേഴ്സായിട്ടും സ്റ്റാഫ് നഴ്സസായിട്ടും എല്ലാം എത്ര പേര് മരിച്ചു പോയി കാണും. എത്ര പേർക്ക് അവർ ജോലി ചെയ്ത്, ഈവൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഫോം പറഞ്ഞാൽ എൻ്റെ മമ്മിക്ക് ഞാനാണ് കൊണ്ടുവന്ന് കൊറോണ കൊടുത്തത്. എനിക്ക് കൊറോണ പിടിച്ചു, ഞാൻ ക്വാറൻറ്റൈൻ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറേ കാലത്ത് ഇത് കഴിഞ്ഞപ്പോൾ എൻ്റെ പിള്ളേർക്കും എൻ്റെ ഹസ്ബൻഡിനും പിടിച്ചു. അത് കഴിഞ്ഞ് പാവം പപ്പയും മമ്മിയും അത് ലാസ്റ്റ് മമ്മി ഞങ്ങളെല്ലാം നോക്കി കഴിഞ്ഞിട്ട് മമ്മി എക്സ്പേർട്ടായി. അതെന്തൊരു നമ്മുടെ മനസ്സിൽ എപ്പോഴും അതൊരു ഇത് കിടക്കുമല്ലേ, ദൈവമേ ഞാൻ കാരണമാണല്ലോ, എനിക്ക് കൊറോണ വന്നതുകൊണ്ടാണല്ലോ പാവങ്ങൾക്ക് അങ്ങനെ വന്നേ, അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴാണേലും കാണും അല്ലേ. അപ്പോൾ നമുക്ക് ഇത്രേ ചെയ്യാനുള്ളൂ. മറ്റുള്ളവർക്ക് നമുക്ക് കഴിയുന്ന സമയത്ത് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാം, നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ കൊണ്ട് പറ്റുന്നത്ര ചെറിയ കാര്യങ്ങളൊക്കെ സഹായിച്ചും ജീവിക്കുമൊക്കെ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ ജീവിതം നാളെ എന്താകുമെന്നൊന്നും നമുക്ക് ഒരു ഗ്യാരൻറ്റിയും ഇല്ല. അതുകൊണ്ട് ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ്. അധികമൊന്നുമില്ല. എനിക്ക് ആ കൊൽക്കത്തയിലെ കൊച്ചിൻ്റെ മാഡത്തിൻ്റെ കാര്യം ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. അപ്പം ഞങ്ങളാണേലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇവിടെ 4th ക്ലാസ്സസ് ഒന്നും കാണത്ത് പോലും ഇല്ല. ഞങ്ങൾ തന്നെയാണ് ഇവിടെ അകത്ത് കിടക്കുന്ന ഓർക്കൊക്കെ എന്തെങ്കിലും ഓർക്ക് അകത്തൊരു റൂമുണ്ട്. ഇവിടെ ആ പേഷ്യൻ്റ്, ഈ ബ്ലോക്കിലെ പേഷ്യൻ്റ് ഞങ്ങൾ കിടക്കുന്ന അകത്ത് ആരെങ്കിലും അകത്ത് കയറി വന്നാൽ പോലും അറിയാനില്ല. അതുപോലത്തെ ഒരു സാഹചര്യമാണ്. പിന്നെ എല്ലാം ദൈവത്തിനെ ഏൽപ്പിച്ചിട്ട് നമ്മൾ കിടക്കുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോഴും ദൈവത്തിനെ വിളിച്ചിട്ട് വരുന്നു, പോകുമ്പോഴും ദൈവത്തിനെ വിളിക്കുന്നു. അതൊക്കെയാണ് നമ്മളുടെ വിജയത്തിന് മുമ്പിൽ നമുക്കൊന്നും പറ്റത്തില്ല എന്നുള്ളൊരു വിശ്വാസം അല്ലേ. അപ്പം എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ മൊത്തം മെഡിക്കൽ പ്രൊഫഷന് വേണ്ടി നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ആവശ്യമുണ്ട് എല്ലാ കാര്യത്തിലും. അപ്പം എൻ്റെ ചാനൽസൊക്കെ കാണുക, എൻ്റെ ചാനൽസിൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് കാണുക. അത്ര വലിയ പെർഫെക്റ്റ് ചാനലൊന്നും അല്ലായിരിക്കും. ധീരെ പയ്യെ ഞാൻ അതിനെ മോഡിഫൈ ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.